ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് IT നഗരമായ കഴക്കൂട്ടത്തിനടുത്താണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ 1.5 കോടിക്കകത്ത് ഒരു റെഡ് ബ്രിക്കിൽ, അതായത് ചുടുകളിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ടോട്ടലി 7 സെൻറ്റിൽ 1970 സ്ക്വയർ ഫീറ്റിൽ ഫുള്ള് റെഡ് ബ്രിക്കിൽ നിർമ്മിച്ച, അതും തേക്ക് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന, വേറെ തടികളൊന്നും ഉപയോഗിക്കാത്ത ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിരിക്കുന്ന 4 ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരുന്നിലെ വീടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടത്. ഇവിടെ മുറ്റം വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വണ്ടികൾക്ക് സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചയിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പെയിൻറ്റിങ് നോക്കുകയാണെങ്കിൽ 4 കോട്ട് അടിച്ചിട്ടുണ്ട്. 2 ബേസ് കോട്ടും 2 ടോപ്പ് കോട്ടുമാണ്. അതും അൾട്ടിമ പ്രോടെക്കിൻ്റെ പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതിൻ്റെ ബിൽഡർക്ക് സ്വന്തമായിട്ടൊരു പെയിൻറ്റ് ഷോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് വേറെ എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴും 5 അടി നീളവും ഏകദേശം 2.5 അടി വീതിയുള്ള കജാരിയുടെ ഡബിൾ ചാർജ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പാനലെല്ലാം ചെയ്തിരിക്കുന്ന തേക്കാണ്. കതകുമെല്ലാം മുറ്റിയ തേക്ക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി അത് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് വെള്ളകൾ മാറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട്. അതുപോലെ നമ്മുടെ ഡോറിലേക്ക് വരുമ്പോൾ കട്ടളയും കതകും തേക്ക് തന്നെയാണ്. അതുപോലെ ഹാഫ് ലേയുടെ ഡിജിറ്റൽ ലോക്കും കൊടുത്തിട്ടുണ്ട്. കാർഡ് യൂസ് ചെയ്യും. അതുപോലെ തമ്പ് ഇംപ്രഷൻ, പിന്നെ പിൻ നമ്പർ വരുന്നുണ്ട്. അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് നമ്മൾ നേരെ വരുന്നത് ഒരു ഫോയറിലേക്കാണ്. ഫോയറിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ കാണാം. അത്യാവശ്യം സ്പേസുള്ള ലിവിങ് ഏരിയയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 5 അടി നീളവും 2.5 അടി വീതിയുള്ള കജാരിയുടെ ഡബിൾ ചാർജ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സ്ക്രാച്ച് പറ്റുവാണെങ്കിൽ നമുക്കത് പോളിഷ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. വാമായിട്ടുള്ള സീലിംഗ് ആണ്. ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻറ്റീരിയർ നല്ല പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് വാറണ്ടിയുള്ള പെയിൻറ്റാണ്. നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുമ്പോൾ അത്യാവശ്യം സ്പേസുള്ള ഡൈനിങ് ഏരിയയാണ്. ഇവിടെയും സെയിം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷിംഗ് ബേസിൻ കാണാം. അതും സെറ എന്ന കമ്പനിയുടേതാണ്. റൗണ്ട് മിററും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സർഫസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ഡിസൈനിലുള്ള ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ തേക്ക് തന്നെയാണ്, വേറൊന്നും മാറ്റമില്ല. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെയും നമുക്ക് ഏകദേശം ഇവിടെയും ഫുള്ളി പാനൽ ചെയ്തിരിക്കുകയാണ്. ഈ കബോർഡെല്ലാം തേക്കിൻ്റെ പാനൽ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രൊഫൈൽ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് 4x2 സൈസിലുള്ള കജാരിയുടെ പ്രീമിയം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല വർക്ക് ഏരിയയിലും സെയിം ഈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 സൈസാണ്. അപ്പോൾ ഇവിടെയും സിങ്കോക്കും കാണാം. സെറയുടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലും നമുക്ക് സർഫസ് ലൈറ്റ് കാണാം. മുകളിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാഫിൻ്റെ ഇലക്ട്രിക് ചെമ്മിന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടില്ല, അതിനുള്ള സ്പേസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു നിർമ്മിച്ചിരിക്കുന്നത്, ഈ ടേബിൾ ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കാഴ്ചയിലേക്ക് വരാം. വർക്ക് ഏരിയ വരുമ്പോഴും നമുക്ക് ഇവിടെയും ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് തന്നെയാണ്. കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറയുടെയാണ് നമ്മുടെ സിങ്കൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും പുറകിലോട്ട് നല്ല സ്പേസ് ഉള്ളതാണ്. നമുക്ക് പുറകിലേക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട് വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്രയും സ്പേസ് പുറകിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കിണർ കാണാം. പിന്നെ ചുറ്റുമതിൽ ഫുള്ള് കോമ്പൗണ്ടുകൾ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ബേസ്മെൻറ്റ് മുതൽ ഫുള്ള് വാട്ടർ പ്രൂഫിങ് കോട്ടിങ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമുകളുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫോയറിലേക്ക് വന്നിട്ട് റൂമിലേക്ക് വരുന്നത്. ഇവിടെയെല്ലാം ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു DB കാണാം. DB യൂസ് ചെയ്തിരിക്കുന്നത് ഇൻഡോ ഏഷ്യൻ കമ്പനിയുടേതാണ്. അതുപോലെ 3 ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ റൂമിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള തേക്ക് നമ്മൾ കണ്ട നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് നല്ല കാതലുള്ള തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് മെഡലുള്ള കമ്പനിയുടെയാണ്. പ്രീമിയം ആയിട്ടുള്ളൊരു സ്റ്റീൽ സ്ട്രിപ്പൊക്കെ വരുന്ന സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഉപയോഗിച്ച ടൈലിൽ വ്യത്യാസമുണ്ട്. 4x2 സൈസ് തന്നെയാണ്. അതുപോലെ അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 12 അടി വീതിയും ഏകദേശം 11.5 അടി നീളമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഏകദേശം 8 അടിയോളം നീളമുള്ള വാഷ്റൂമാണ്. അതുപോലെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ മെറ്റീരിയലാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ് ബേസിനും യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന കമ്പനിയിലാണ്. അതുപോലെ നമ്മൾ വെറ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ അവിടെ ഷവർ, വലിയൊരു റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. സെറ എന്ന കമ്പനിയുടെ തന്നെയാണ്. അതുപോലെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ക്വാളിറ്റി ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ ഫിനിഷിങ് നമ്മൾ നോക്കുമ്പോൾ ഈ തേക്കിൻ്റെയൊക്കെ ഫിനിഷിംഗ് ആണ്. കാര്യം എന്ന് വെച്ചാൽ MRFൻ്റെ ഈ ഒരു പോളിഷാണ് ചെയ്തിരിക്കുന്നത് കഥകിലൊക്കെ. അപ്പോൾ ആ നമുക്കത് ഫിനിഷ് കിട്ടുന്നതാണ്. അത് മാത്രമല്ല മുറ്റിയ തേക്കായതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ നമുക്ക് കൃത്യമായി കിട്ടുന്നതാണ്.
അപ്പോൾ ഈ റൂമിൻ്റെ വീതി നോക്കുകയാണെങ്കിൽ ഏകദേശം 11.5 അടി വീതിയുണ്ട്, അതുപോലെ നീളം എന്നുള്ളത് 12 അടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകൾ നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ 6 അടി നീളവും 4 അടി വീതിയാണ് ഉള്ളത്. അതുപോലെ വോൾ മൗണ്ടഡ് ക്ലോസറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത്, ബാക്കി ഫിറ്റ്മെൻ്റ് എല്ലാം സെറ തന്നെയാണ്. അതുപോലെ സെറയുടെ ഒരു വലിയൊരു ഷവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഈ ഹാൻഡ് റൈൽസ് എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ട്യൂബ് വെച്ചിട്ട് തേക്ക് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതല്ല, ആക്ച്വലി ഫുള്ള് തേക്ക് തന്നെയാണ്. അതുപോലെ ഇവിടെ ആയിട്ട് ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ടൈൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാനൈറ്റാണ് ട്രെഡ് ചെയ്തിരിക്കുന്നത്. റൈസറായിട്ട് നമുക്ക് ടൈലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. ഇവിടെ സ്റ്റെപ്പ് ലൈറ്റ് കാണാം, അതും ഗോൾഡ് മെഡൽ എന്ന കമ്പനിയുടേതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ലാൻഡിങ് ഏരിയയിലേക്ക് വരും. ലാൻഡിങ് ഏരിയ ഒരു 2 ലാൻഡിങ് ഏരിയയുടെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ലപ്പോദ്ര ഗ്രാനൈറ്റ് തന്നെയാണ്. നമ്മൾ വീണ്ടും സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ഒരു ലാൻഡിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നതും ഈ ലപ്പോദ്ര ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ്. ആ ഒരു ബ്ലൂ ഫിനിഷ് കിട്ടുന്നത് തന്നെയാണ്. അതാണ് എനിക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്. നമ്മൾ അപ്പർ ലോഞ്ചിലേക്ക് വരുമ്പോഴും ഇവിടെയും കാണാം ആ ഒരു തേക്കിൻ്റെ ഫിനിഷിങ്. അപ്പോൾ അവിടെയും ടഫൻ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ലൊരു അപ്പർ ലോഞ്ചാണ്, നല്ല സ്പേസ് ഉള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയാം. ഈ ഒരു അപ്പർ ലിവിങ് ഏരിയ നോക്കുമ്പം കളർ, അതായത് ടൈലിൻ്റെ കളറിലെ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സീലിംഗ് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെയും 2 റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഈ റൂമിൻ്റെ സ്പേസ് നോക്കുമ്പോൾ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ടൈലിലെ കളറിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടുത്തെ കട്ടളയും കതകും ജനലും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന തേക്കിൽ തന്നെയാണ്. തേക്കല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഈ സെറയുടെ തന്നെയാണ് വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ലാസ്റ്റ് റൂമിലേക്ക് പോകും, അതായത് ഈ വീട്ടിലെ 4ാമത്തെ റൂമിലേക്ക് പോകും. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, ഒരു ഫോയറിൽ നിന്ന് നേരെയാണ് നമ്മൾ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ റൂമിൻ്റെയും സ്പേസ് നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ്. ഏകദേശം 12.5 അടി നീളവും അതുപോലെ 11.5 അടി വീതിയുള്ള റൂമാണ്. ഇവിടുത്തെ റൂമിലെ വാഷ്റൂമും ഇതിൽ ഡോർ ചെയ്തിരിക്കുന്ന PVC തന്നെയാണ്. റൂമിനും താഴെ കണ്ട അതേ സെയിം സ്പേസ് തന്നെയാണ്, വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ്. ഷവറിൽ ചെറിയൊരു വ്യത്യാസം, കുറച്ചും കൂടി ചെറിയ ഷവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ എടുത്ത് ബാൽക്കണിയിലേക്ക് വരാം. നമുക്ക് സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ്. കാരണം വെസ്റ്റ് ഫേസിംഗ് ആണ് വീടിന് വരുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 ഗ്രേഡിലുള്ള ട്യൂബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടഫൻ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണിയുടെ നീളം നോക്കുകയാണെങ്കിൽ 10 അടിക്ക് പുറത്ത് നീളം വരും. അതുപോലെ ഏകദേശം നമുക്ക് വീതി നോക്കുകയാണെങ്കിൽ 5 അടി വീതിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ തേക്ക് തന്നെയാണ് ഈ മെറ്റീരിയൽസ് എല്ലാം, അതായത് ഈ കാണുന്ന ഒരു നമുക്ക് ഫിനിഷിങ് കണ്ടാൽ കിട്ടും, അത്രയും നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് വരുമ്പോൾ അവിടുത്തെ കഥകൾ നിർമ്മിച്ചിരിക്കുന്ന തേക്ക് തന്നെയാണ്. അതിൽ പോലും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. പുറകിലായിട്ടൊക്കെ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു റൂം സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്തെടുക്കാം, വേണമെങ്കിൽ ഒരു ഗസീവ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള താഴെയും കൊടുത്തിട്ടുണ്ട്, മുകളിലും വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗോൾഡ് മെഡൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ഓപ്പൺ ടെറസിലേക്ക് പോകും. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്റ്റെയർ ഉണ്ട്. ഇവിടെ GA ട്യൂബിലാണ് ഇവിടുത്തെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ കാണുന്ന പെയിൻറ്റിൽ അത്രയും 2 കോട്ടൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇത് 4 കോട്ടാണ്. അപ്പം പെയിൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങേ അറ്റം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ വർക്കെല്ലാം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രീമിയം വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ടിങ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് പർഗോള കാണാം. പർഗോളയുടെ ടഫൻ ഗ്ലാസ് ആണ് അതിൻ്റെ മുകളിൽ പർഗോയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഹൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി ഹൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഈ വീടും വസ്തു ഉൾപ്പെടെ ചുറ്റുന്നതുൾപ്പെടെ ഇവർ ചോദിക്കുന്ന പ്രൈസ് ഉള്ളത് 1,45,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെ പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയായിട്ട് കാണാം. താങ്ക് യു.